എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവിലുകൊണ്ടുള്ള ലഡ്ഡു ഉണ്ടാക്കാൻ പോണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ ലഡ്ഡു ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ഉണ്ട്. അവില് നമ്മൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒരു നാളികേരം നമ്മൾ ചെരുകിയിടുന്നുണ്ട്. വെല്ലം 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നൊരു ചെറിയ ചെപ്പ് നെയ്യ് ഇടുന്നുണ്ട്. ആദ്യം ഉരുളി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഉരുളി ഒന്ന് ചൂടാവട്ടെ. അപ്പുറത്ത് നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അവില് നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളി ചൂടായി വന്നിട്ട് അവിലിട്ടപ്പോൾ ഉരുളി നിറഞ്ഞു. ഒരു കാര്യം ചെയ്ത് പകുതി എടുത്ത് മാറ്റാം, പകുതി എടുത്ത് വറക്കാം. ഈ അവില് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് വറക്കാൻ നല്ലത് കേട്ടോ. ഇതിൻ്റെ ഒരു പാകം നമുക്കറിയാനായിട്ടേ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി വെക്കുക. അപ്പം ഇങ്ങനെ പൊടിഞ്ഞു വരും. അവിലിൻ്റെ പാകം ഇത് മതിട്ടാ. ഇപ്പോൾ വറവ് റെഡി ആയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളി കുറച്ച് ചെറുതായി. വലിയ ഉരുളി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം. അവിലും നാളികേരം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം. പിന്നെ ഈ അടുപ്പുമ്മ ചെറിയ ഉരുളിനെ വെക്കാൻ പറ്റുള്ളൂ. ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. നാളികേരം വറവ് പാകമായിട്ടാ. ഇത് അവിലിക്കിടാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് യോജിച്ച് വന്നിട്ട് ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. മിക്സിയുടെ ജാറ് നമ്മുടെ ചെറുതായതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് പൊടിക്കേണ്ടി വരും കേട്ടോ. അവല് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം മതിട്ട്, അധികം നൈസാക്കണ്ട. ഇനി ശർക്കര ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഇനി നമുക്ക് ഈ പൊടിച്ച് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കിട്ടാ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് യോജിച്ച് വരണം. ഈ ഒരു പാകം മതി നമുക്ക്.
ഇനി തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ കുറച്ചെടുത്തുള്ളൂ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാട്ടോ. പരിപ്പ് കുറവായിട്ട് നമുക്ക് കോരിടുക. ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി പിന്നെ പെട്ടെന്ന് കുറവായി കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. മുന്തിരി വറവായിട്ടാ. ഇത് നമുക്ക് നെയ്യടക്കം ഉരുളിയിലേക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 ഏലക്കായും കൂടിയും ഉള്ളതായിരുന്നേ, പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഇടാണ്ടിരുന്നതാണ്. ഇതിലിപ്പോൾ മുന്തിരി മാത്രമേ നമ്മൾ ഇടണല്ലോട്ടാ. അണ്ടിപ്പരിപ്പ് നമുക്ക് വേറൊരു കാര്യത്തിനാണ്. അണ്ടിപ്പരിപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാകം മതിയില്ല നമുക്ക്. ഇനി അധികം വലിച്ച് നമുക്ക് ഉരുട്ടാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിനെ ബോളാക്കി എടുക്കാം. ഇത് നമ്മുടെ കൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ചെറിയ ബോളാക്കണേ ചെറിയ ബോളാക്കാം, വലിയ ബോളാക്കണേ വലിയ ബോളാക്കാം. ചെറുതാക്കാണ് നല്ലത്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കറക്റ്റാക്കി ബോളാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓരോ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതുപോലെ എല്ലാതും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിൽ ലഡു റെഡി ആയിട്ട്. ഇവിടെ വൈഫിൻ്റെ അമ്മയും അളിയനും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒന്ന് കൊടുത്തു നോക്കാം. അളിയൻ അപ്പുറത്തിരിക്കുന്നുട്ടാ. അളിയൻ ക്യാമറയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നതാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.